So the best quad exercise tier list. So barbell back squat, yeah, I'll give it C tier. ഇപ്പം പലരും എതിർത്ത് വരുമായിരിക്കും ബിക്കോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലോങ് ഫീമേഡ് ഗായാണ്. എനിക്കൊരിക്കലും ബാർബൽ ബാക്ക് സ്ക്വാട്ട് എൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാലൻസിങ്ങിനായാലും അതുപോലെ തന്നെ എനിക്കൊരു ഫുൾ ഫെയിലിയറിലോ അല്ലെങ്കിൽ ഫുൾ നീ ഫ്ലക്ഷനിലോ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നോട്ട് എവറിബഡി ഈസ് ടോം പ്ലാറ്റ്സ്. ഓക്കെ, ലെഗ് പ്രസ് ആ ബ്രാൻഡിലെ എക്യുപ്മെന്റിനെ അനുസരിച്ചിരിക്കും. ചിലതൊക്കെയാണെങ്കിൽ നല്ല ഡീപ്പായി പോകാൻ പറ്റും, ചിലതൊക്കെ പോകാൻ പറ്റത്തില്ല. ബട്ട് ഏതൊരു ബ്രാൻഡ് ആയാലും ഒരു 1-2 അഡ്ജസ്റ്റ്മെന്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുമ്പോൾ ഒരു യോഗ ബ്ലാക്കും ഒരു ഹീൽ ബെഡ് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ എസ് ടിയർ. ഐ മീൻ പലർക്കും പലതും പറയാം, പക്ഷെ ഈ ഒരു റേഞ്ച് ഓഫ് മോഷനിൽ ലെഗ് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എസ് ടിയർ എക്സസൈസ് ആണ്. ഹാക്ക് സ്ക്വാട്ട് അഗെയിൻ എസ് ടിയർ വിത്ത് 1 അഡ്ജസ്റ്റ്മെന്റ്. ഹീൽ വെഡ്ജ് യൂസ് ചെയ്യുക. നിങ്ങൾ ലോങ് ഫീമോഡോ ഷോർട്ട് ഫീമോഡോ ഏത് ടൈപ്പ് അനാറ്റമി ഉള്ളവരാണെങ്കിലും നല്ല രീതിക്ക് ഡീപ്പായിട്ട് സേഫ്ലി ഫുൾ ഫെയിലിയറിൽ നിങ്ങൾക്ക് ഹാക്ക് സ്ക്വാട്ട് പോകാൻ പറ്റും. എസ് ടിയർ. പെൻഡുലം സ്ക്വാട്ട്, ഓ മൈ ഗോഡ്, ദ ഗോഡ് ഓഫ് ദ ഗോഡ്സ്. ഈ പെൻഡുലം സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ ട്രൂലി ഒരു ഹംബിളിങ് സാധനമാണ്. അവിടെയും ഞാൻ ഈ പറഞ്ഞ ഒരു ഹീൽ വെഡ്ജ് ഒക്കെ യൂസ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഈവൻ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഒരു ആവറേജ് പേഴ്സൺ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. പെൻഡുലം സ്ക്വാട്ട്, ഐ മീൻ അതിന്റെ ആ ഒരു ആർച്ച് ഓഫ് മോഷൻ മാക്സിമം നമ്മുടെ നീനെ ഫോർവേഡ് ട്രാവൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ മെക്കാനിസം സംഭവിക്കുന്നത്. ഐ മീൻ ട്രൂലി ദ ഗോഡ് ഓഫ് ഗോഡ് മെഷീൻസ്. ബൾഗേറിയ സ്പ്ലിറ്റ് സ്ക്വാട്സ്, ഐ മീൻ ബൾഗേറിയ സ്പ്ലിറ്റ് സ്ക്വാട്സ് എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എസ് ടിയർ ആണ്. പക്ഷേ നോർമലി ആൾക്കാർ ചെയ്യുന്ന ഈ ഒരു രീതിക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് അതൊരു സി ടിയർ ഒക്കെയാണ്. ബട്ട് ഇഫ് വി ഡു വിത്ത് ദിസ് അഡ്ജസ്റ്റ്മെന്റ് ഇറ്റ് ഈസ് എസ് ആൻഡ് എസ് പ്ലസ് ടിയർ. A bell squat again, and I really like this exercise. One of my staples ആണ് എസ് ടിയർ. ബിക്കോസ് നമുക്ക് നടുവിനൊന്നും അധികം ലോഡ് ചെയ്യാൻ, ആക്സിയൽ ഫെറ്റീഗ് ഒന്നും വരാതെ ചെയ്യാൻ പറ്റിയ മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ നടുവിനൊരു ശകലം പോലും ഒരു സ്ട്രെസ് വരാതെ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ് ബെൽ സ്ക്വാട്ട്. പക്ഷേ ചെയ്യുമ്പോൾ മിക്കവരും ഞാൻ ചെയ്ത് കണ്ടുള്ള ഈ ഒരു ഫോമിലാണ്. ഇതിനെക്കാട്ടിയും ഈ ഒരു ലെവലിൽ ഒരു എസ്പെഷ്യലി ഒരു ഹീൽ വെഡ്ജും കൂടെ യൂസ് ചെയ്താൽ ഈ ഒരു റേഞ്ച് ഓഫ് മോഷനിൽ പോകും. Seriously, your quads gonna blow up. Any wide stance squats or leg press, D tier. One of the most worst ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ എക്സ്ട്രീം വൈഡ് ഗ്രിപ്പിൽ, മീൻസ് വൈഡ് സ്റ്റാൻസിൽ ലെഗ് പ്രസ്സോ സ്ക്വാട്സോ എല്ലാം ചെയ്യുന്നത്. എല്ലാവരും പറയും, ഓ എനിക്ക് ഗ്ലൂട്ട് അടിക്കണം, എനിക്ക് അഡക്ടർ എക്സ്ട്രാ ഫോക്കസ് ചെയ്യണം. നിങ്ങളൊരു ഷോൾഡർ വിഡ് സ്റ്റാൻസിൽ നിങ്ങൾ നല്ല ഡീപ്പായിട്ട് പോയാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഈ പറഞ്ഞ എക്സ്ട്രീം വൈഡ് സ്റ്റാൻസിലുള്ള പരിപാടികളൊന്നും ചെയ്യില്ല. ഇറ്റ്സ് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ദ ബെസ്റ്റ് സ്ക്വാഡ് എക്സസൈസ്? തീർച്ചയായും കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് മിസ്സാക്കരുത്. ഇൻഫോർമേറ്റീവ് ആൻഡ് എന്റർടൈനിങ് വീഡിയോസിനായി പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് സീരീസ്.